കോവയ്ക്ക മെഴുകുപെട്ടി ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇത് നമുക്ക് ആദ്യം ഒരു പാനിൽ ഇച്ചിരി എണ്ണ എടുത്തിട്ട് നമുക്ക് കോവയ്ക്ക നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കോവയ്ക്കൊക്കെ വേകാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഒരു 5-8 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കണം. വെന്ത് കഴിഞ്ഞ് അതിൽ ഇച്ചിരി മഞ്ഞൾ, ഒരു ഹാഫ് സ്പൂണ് മുളക് പൊടി, പാകത്തിന് ഉപ്പിട്ട് അത് നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിൽ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കറി റെഡിയാക്കണം. അതിന് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 1/2 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവോള എടുത്ത് ചെറുതായിട്ട് കണ്ടിച്ച് അത് വാട്ടിയെടുക്കണം. നല്ലപോലെ വാട്ടി നല്ല ഇച്ചിരി ബ്രൗൺ കളർ ആവുന്നവരെ വാറ്റാം. നമ്മൾ കളർ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ച് ഇട്ടാൽ മതി. അത് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. ജിഞ്ചർ ഗാർലിക് ഫ്രൈ ആയിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്ന 1/2 സ്പൂണ് കടലമാവാണ്. നിങ്ങൾ കടലമാവില്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഇട്ടാൽ മതി. ഇത് ഇടുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതിൽ തൈര് യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ തൈര് പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞ് മസാല ഇടുക. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഇച്ചിരി വെള്ളം ഇട്ട് കൊടുക്കുക. വെള്ളം നല്ലപോലെ ഇട്ട് അത് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇച്ചിരി എണ്ണ ഊറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു കപ്പ് നമ്മുടെ പോലെ ഉടച്ചെടുത്ത് തൈര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് ഇതിലിട്ട് ഇത് ഒരു സിമ്മിൽ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ അത് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഇത് തിളച്ച് ഇതിൻ്റെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി അത് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് പാകത്തിന് ഉപ്പും ഇച്ചിരി ഇതിൽ ഞാൻ കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണമെന്ന് ഇല്ല. നല്ലപോലെ മിക്സ് ആക്കാം. മിക്സാക്കി കഴിഞ്ഞ് നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ച് ആ കോവയ്ക്ക ഇതിലോട്ട് ഇടാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇത് മൂടി നമ്മൾ വെച്ചേക്കാം. മൂടി വെക്കാമെന്ന് പറഞ്ഞാൽ ഈ ഗ്രേവിയിൽ നമ്മുടെ കോവയ്ക്ക ഇച്ചിരി നേരം വെന്ത് വരണം. അപ്പോൾ ഇത് ഇച്ചിരി നേരം നമുക്ക് മൂടി വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ ഇങ്ങനെ നമുക്ക് കണ്ടാൽ അറിയാം എണ്ണ വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി മല്ലി ഇല ഞാൻ ഇടുകയാണ്. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ല ഒന്നാന്തരം കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നമുക്കിപ്പോൾ തൈര് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചു ഇടാം. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം.